ഇന്നൊരു സ്മൂത്തനിങ്ങിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്കായിട്ട് ഇടുന്നത്. സ്മൂത്ത് ചെയ്യാൻ വന്ന ആരാന്നറിയോ? എൻ്റെ വല്യമ്മയുടെ മോള് വാവ. വാവ എന്നുള്ള പേര് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്ന പേരാണ് വാവ എന്ന്. അവളെ യഥാർത്ഥ പേര് അശ്വതി എന്നാണ്. നമ്മുടെ അമ്മയുടെ അനിയത്തിയുടെ മോൻ്റെ, അതായത് കുഞ്ഞമ്മയുടെ മോൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ 22-ാം തീയതി. അപ്പോൾ അതിന് മുന്നേ ഉള്ള മിനുക്ക് പണികളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവൾക്ക് സ്ട്രൈറ്റ് ചെയ്യാൻ വേണ്ടി ആ മുടിയൊക്കെ കഴുകി. എന്നിടയ്ക്ക് കറണ്ട് പോയി. അപ്പോൾ കറണ്ട് വന്നതിൻ്റെ വെട്ടമാണ്. അങ്ങനെ മുടിയൊക്കെ വാഷ് ചെയ്ത് കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ. കുറച്ചൊക്കെ കട്ട് ചെയ്തു. ഇപ്പം ഒരു ക്രീം കഴിഞ്ഞ് രണ്ടാമത്തെ ക്രീം ന്യൂട്രൈസർ ഇടുന്നതിന് മുമ്പുള്ള പ്രോസസ്സാണ് ഈ കാണുന്നത്. പിന്നെ ഞാനും അവളും കൂടെ കാണുമ്പോഴൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ പറയാൻ കാണുമല്ലോ. കാരണം അവളെ സ്ഥലം ഇവിടെ അല്ലാത്തത് കൊണ്ട് വല്ലപ്പോഴും വരുമ്പോഴത്തേക്ക് എപ്പോഴും സംസാരമാണ്, ചിരിയും തമാശയും ഒക്കെയാണ്. അപ്പം ഞാനിപ്പം മുടി ഉണക്കിക്കൊണ്ടിരിക്കുകയാണ് അവളെ. ഇന്നലെ ഞങ്ങളെല്ലാവരും കൂടെ തുണിയെടുക്കാനൊക്കെ പോയി. ആ വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഒന്നിനും നേരം കിട്ടിയില്ല. ഫുള്ള് തിരക്കായിപ്പോയി. സ്കൂൾ ടൈമും കൂടെയൊക്കെ ആവാറായതുകൊണ്ട് അവിടെയും തിരക്ക്, ഞങ്ങൾക്ക് സാധനം എടുക്കാനും ഒക്കെ ഭയങ്കര തിരക്കായിപ്പോയി. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം മുടിയൊക്കെ ഉണക്കിയതിന് ശേഷമുള്ള ലുക്കാണ്. ഇനിയാണ് നമ്മൾ അവിടെ നിന്നത്. നമ്മുടെ ഷോപ്പിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി വന്ന് എന്തോ കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം നന്നായിട്ട് അയൺ കൊടുക്കുകയാണ്. അയൺ കൊടുക്കുമ്പോൾ എൻ്റെ മുഖത്ത് ഒരു ഇതൊക്കെ കാണാം. നല്ല ചൂടാണ്. നല്ല ബലത്തിനൊക്കെ പിടിച്ചാലേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെ അയൺ ചെയ്യുന്നെങ്കിലും അതിൻ്റെ കൂടെ നമ്മുടെ സംസാരവും നടക്കുന്നുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. സാധാരണ എനിക്ക് സ്മൂത്തനിങ്ങും സ്ട്രൈറ്റനിങ്ങൊക്കെ വരുമ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒരു ചേച്ചി ഞാൻ വിളിക്കാറുണ്ട്. അപ്പം എനിക്ക് പിന്നെ ഇവൾ പെട്ടെന്നാണ് വരുമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് ചേച്ചിയെ വിളിക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് എൻ്റെ ഊപ്പാട് വന്ന ദിവസമാണ്. എല്ലാം ചെയ്യാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എങ്കിലും കുഴപ്പമില്ല. പിന്നെ അവൾക്ക് വലിയ മുടിയില്ലാത്തത് കൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നല്ല മുടിയൊക്കെ ഉള്ള കുട്ടികളോ അങ്ങനെ കസ്റ്റമറൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നാൽ പിന്നെ ഞാൻ ന്യൂട്രൈസർ ഇടുകയാണ്. ഇതിനിടയിൽ കസ്റ്റമറൊക്കെ വന്ന് ത്രെഡ് ചെയ്യാനും ഹെയർ കട്ട് ചെയ്യാനും ഒക്കെ വന്നു. അതൊന്നും എടുക്കാൻ പറ്റിയില്ല. പുറത്ത് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അടുത്ത കസ്റ്റമർ വന്നു. ആ ചേച്ചിയുടെ ഞാൻ പറഞ്ഞു, ചേച്ചി ഒന്നിരിക്കുക, കാരണം ഇതിപ്പോൾ കഴിയും എന്ന് പറഞ്ഞ് ചേച്ചിയെ ഞാൻ പിടിച്ച് അവിടെ ഇരുത്തി. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ചേച്ചി എന്നോട് ചോദിക്കുന്നുണ്ട് വീഡിയോ എടുക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചെറിയൊരു തട്ടിക്കൂട്ട് ചാനലുണ്ട് ചേച്ചി. എൻ്റെ ചാനൽ ഞാനങ്ങനെ ആരോടും പബ്ലിഷ് ചെയ്തിട്ടില്ല. എനിക്ക് മാത്രം വീഡിയോ ഇടാൻ വേണ്ടി, എനിക്ക് മാത്രം കാണാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ പറഞ്ഞ് നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ കഴിയാറായി. മുടിയൊക്കെ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേച്ചി ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്താൽ മുടി എത്ര നാൾ കിടക്കും എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള മറുപടിയൊക്കെയാണ് ഞാൻ കൂട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചേച്ചിക്ക് ഞാൻ ത്രെഡ് ചെയ്യാൻ പോയി. നമ്മൾ ത്രെഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മളെന്തൊക്കെയോ കല്യാണക്കാര്യമൊക്കെ ചേച്ചിയോടെ പറഞ്ഞപ്പോൾ ചേച്ചിയും കല്യാണത്തിൻ്റെ കാര്യമൊക്കെ ചോദിച്ച് അതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സ്മൂത്തനിങ് കഴിഞ്ഞ വൈകിട്ട് 5:30 മണിയായി ഷോപ്പിൽ നിന്ന് പോയപ്പം. അവൾക്ക് അങ്ങ് ദൂരെ ആണ് അവളെ വീട്. കല്ലറ മുതുവിള എന്ന് പറയും. അപ്പം നല്ല ദൂരമുണ്ട് നമ്മളെ നഗരൂർ എന്ന സ്ഥലത്ത് നിന്ന് പോകാൻ. അപ്പോൾ അത്രയും ലേറ്റായിട്ടൊക്കെയാണ് അവൾ പോയത്. 7 മണിക്ക് ഞാൻ വിളിച്ചിട്ടുള്ള വീടെത്തിയില്ല എന്നാണ് പറഞ്ഞത്. അത്ര ദൂരമുണ്ട്. എന്തായാലും ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ അത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, ഫോട്ടോയാണ്. ഇതാണ് ഫൈനൽ ലുക്ക്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ടാറ്റാ.